നിധി. നിധിയുടെ പിന്നാലെ പോയി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് നിധിയുടെ പിന്നാലെ പോയി ശാപം ഏറ്റുവാങ്ങിയ ഒരു ദ്വീപിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും അതൊരു ശാപമായി മാറിയത്? ഒരിക്കൽ ഡാനിയൽ മാഗ്നസും അവന്റെ 3 സുഹൃത്തുക്കളും ഓക്ക് ദ്വീപിലൂടെ നടക്കുകയായിരുന്നു. അത് വെറും ഒരു സാധാരണ ദ്വീപല്ല, കാട് പിടിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ശ്രദ്ധ പോലും ഇല്ലാത്ത ഒരു ദ്വീപ്. ആ ദ്വീപിൽ എന്താണുള്ളത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവർ അവിടെ തിരഞ്ഞു നോക്കി. പെട്ടെന്ന് എന്തോ ഒന്ന് ഡാനിയലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വൃത്താകൃതിയിൽ ഒരു കുഴി ആഴത്തിൽ മറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവർ ജനങ്ങളെല്ലാം വിവരമറിയിച്ചു. എന്തുകൊണ്ടായിരിക്കും ആൾതാമസം പോലുമില്ലാത്ത ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കുഴി? ജനങ്ങൾ ആധുനിക ഉപകരണങ്ങൾ കൊണ്ടുള്ള ഖനനം ആരംഭിച്ചു. നിധി സൂക്ഷിച്ചിരിക്കാനുള്ള ഒരു അറ എന്ന രീതിയിലായിരുന്നു അത്. അങ്ങനെ നിധി അന്വേഷിക്കാനുള്ള ശ്രമം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. കുഴിയുടെ ആദ്യ ഭാഗങ്ങളിൽ നിന്നും പ്രാചീന കാലത്തെ നാണയങ്ങളും മനുഷ്യരുടെ എല്ലുകളും ലഭിച്ചിരുന്നു. ഒരു നിശ്ചിത ആഴത്തിലേക്ക് കുഴിച്ചെത്തിയപ്പോൾ ചില വാൽവുകൾ തുറക്കപ്പെട്ട് സമുദ്രജലം കുഴിയിലേക്ക് കുതിച്ചുകയറുകയും പലരുടെയും ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ അത് ഒരു സാധാരണ കുഴിയല്ല എന്നവർക്ക് മനസ്സിലായി. ബൂബി ട്രാപ്പ് മെക്കാനിസം എന്ന രീതി ഉപയോഗിച്ചാണ് സമുദ്രവുമായി ആ കുഴി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നുഴഞ്ഞു കയറുന്ന ശത്രുക്കളെ ഉപദ്രവിക്കുവാനോ വധിക്കുവാനോ വേണ്ടി ചെയ്ത സംവിധാനമാണ്. ശരിയായ രീതിയിലല്ല ഈ സംവിധാനത്തിലൂടെ പ്രവേശിക്കുന്നതെങ്കിൽ മാത്രമാണ് അവ പ്രവർത്തിക്കുക. അവർ ഈ ഖനനം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് നിരവധി യന്ത്രങ്ങൾ നിശ്ചലമായി. ചിലർക്ക് മരണതുല്യമായ അപകടങ്ങൾ സംഭവിച്ചു. പലരുടെയും ജീവൻ നഷ്ടമായി. പിന്നീട് ആ സ്ഥലത്തിന് മറ്റൊരു പേര് കൂടി വീണു: ദ കേഴ്സ് ഓഫ് ഓക്ക് ഐലാൻഡ്, അഥവാ ഓക്ക് ദ്വീപിന്റെ ശാപം. പിന്നീട് ഏകദേശം 20ഓളം പുസ്തകങ്ങളും 10ഓളം ഡോക്യുമെന്ററികളും ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി വിപണിയിലിറങ്ങി. എന്തിനായിരിക്കും ആൾതാമസം പോലുമില്ലാത്ത ഓക്ക് ദ്വീപിൽ ഇങ്ങനെ ഒരു സംവിധാനം? ആരായിരിക്കും അവർ? എന്തായിരിക്കും ആ അറയ്ക്കുള്ളിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? ഇന്നും ഉത്തരങ്ങളില്ലാത്ത ഒരു ചോദ്യചിഹ്നമായി ഓക്ക് ദ്വീപ് നിലനിൽക്കുന്നു, നിഗൂഢതകളുടെ ഒരു കലവറയായി.